ഹായ്. ഇന്ന് നമ്മളൊരു നഴ്സറിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് തൈകളും വിത്തുകളും ചെടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ലൂബിക്കയുടേതാട്ടോ. അത് അത്യാവശ്യം വലിയ മരമായിട്ടൊന്നുമല്ല, ചെറിയൊരു മരം തന്നെയാണ്. എന്നാലും നിറയെ കായുണ്ട് കേട്ടോ അതിന്മേൽ. അപ്പോൾ അവർ നമ്മളോട് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് കഴിച്ച്. പുളിയാണ്, എന്നാലും ഒരു ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിച്ചൊക്കെ പോന്ന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോകം തന്നെയാണ് കേട്ടോ, ഈ ചെടികളുടെയും ഈ തൈകളുടെയൊക്കെ ആയിട്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ സെക്ഷനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഇനിയിപ്പോൾ ചെടികളാണെങ്കിലും തൈകളാണെങ്കിലും ഒക്കെ വേറെ വേറെ ആയിട്ട്. ഇത് പിന്നെ അമ്പഴങ്ങൻ്റെ ആണ് കേട്ടോ. ഈ അമ്പഴങ്ങൻ്റെയിൽ തന്നെ ഒരുപാട് തൈകളുണ്ട്. മധുരമുള്ളത്, പുളിയുള്ളത്, അങ്ങനെയായിട്ട് തന്നെ കുറേ വെറൈറ്റി ആയിട്ട് തൈകൾ അതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ചാമ്പക്കേൻ്റെത്, ഇതിന് ഓരോന്നായിട്ട് ഓരോന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കു, പിന്നെ ഓരോ സാധനത്തിനും ഓരോ സെക്ഷനാണ് അവിടെ ഉള്ളത്. ഇത് കവുങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. അങ്ങനെ തന്നെ പറയാം, ഓരോന്നിനും ഓരോ ഇതിൽ വെച്ചാൽ. പിന്നെ ഇത് മൊത്തം മാവാണ് കേട്ടോ. അവർക്ക് ഏറ്റവും വരുന്നത് മാവിനാണെന്നാണ് കേട്ടോ. എങ്ങനെ എൻക്വയറി വരുന്നത്, ഏറ്റവും വരുന്നത് മാവാണെന്ന് പറയുന്നത്. പിന്നെ ഇത് പ്ലാവിൻ്റെ ആണ് കേട്ടോ. പ്ലാവ് അവിടെ കായ്ച്ച് നിൽക്കുന്ന തന്നെ ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്, ഒരു നാച്ചുറൽ ഫീലാണ് കേട്ടോ അവിടെ. പിന്നെ ഇത് നേരെ പോകുന്നത് മൊത്തം മാവിൻ്റെതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അബിയു ആണ് കേട്ടോ. അവിടെ ഉണ്ടായിട്ടുണ്ട് അബിയു. അതിമേലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മൊത്തം മാവാണ്. അവർക്ക് ഏറ്റവും മാവാണ് പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഓരോ വെറൈറ്റി പേരുകളൊക്കെയാണ് അവർ പറയുന്നത്. കുറേ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാലും കേൾക്കാത്ത ഓരോ പേരുകളൊക്കെയാണ് ഓരോ മാവിൻ്റെതൊക്കെ. അവർ പറഞ്ഞു തരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ മാവുണ്ട് എന്നുള്ളത് തന്നെ അറിയുന്നത്. ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. അവിടെ നിന്ന് പോരാനേ തോന്നില്ല, അത്രയ്ക്കും നാച്ചുറൽ ഫീലാണ് അവിടെ ഉള്ളത്. പിന്നെ ഇത് പിന്നെ മക്കോട്ടദേവയാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ വലിയ മരമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതിലാണ്. നിറയെ കായ ഉണ്ടായിട്ടുണ്ട് അതിന്മേലൊക്കെ. അവിടെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ കായ്ച്ച അങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു രസമാണല്ലോ. ഇങ്ങനെ നിൽക്കുന്നത് നമ്മളെ വീട്ടിൽ എന്തായാലും ഇല്ല, ഇങ്ങനെ പോയി കാണുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ ഇത് റംബുട്ടാൻ്റെതാണ് കേട്ടോ, റംബുട്ടാൻ്റെ സെക്ഷനായിട്ട്. ഇത് പിന്നെ എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലോ കുറേ ഉണ്ട്, എന്താ ഏതാണെന്നൊന്നും ഒരു പിടുത്തമില്ല. കുറേ സാധനങ്ങൾ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ കാണാത്തതായാലും കണ്ടതായാലും എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെടികളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഡോറായിട്ട് വെക്കുന്നതും ഔട്ട്ഡോറായിട്ട് വെക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പല വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഇതിലൊക്കെ മരത്തിലൊക്കെ വളർത്തി കൊടുക്കുന്ന അതുപോലത്തെ പല മോഡലും ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മണി പ്ലാന്റ് തന്നെ ഇത് കണ്ടില്ല, പല വെറൈറ്റി ആയിട്ട്. എന്താ പറയുക, അത്രയ്ക്കുണ്ട്, എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം അത് കാണാൻ അത്രയ്ക്കും ഭംഗിയാണ്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിലും നല്ല അഫോർഡബിൾ പ്രൈസൊക്കെ തന്നെയാണ് കേട്ടോ അവർ ഇതിനൊക്കെ വെച്ചിട്ടുള്ളത്. ഓവറായിട്ടൊന്നും അവർ ചാർജ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ചെടികൾക്കാണെങ്കിലും തൈകൾക്കാണെങ്കിലും ഒക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. നമ്മൾ ചെടിയും റംബുട്ടാൻ്റെ തൈ, പിന്നെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ വിത്ത്, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇൻഡോറായിട്ട് വെക്കുന്നതാണ്. ഇനി പിന്നെ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് അറിയാത്ത കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥാപനമാണ് കർഷക സേവന കേന്ദ്രം. ഇതിൽ എല്ലാവിധ തൈകളും കൊടുക്കാൻ കഴിയുന്നുണ്ട്. കർഷകർ ഇതിൽ വന്നാൽ
ഏത് തൈ ചോദിച്ചാലും കൊടുക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. ഇപ്പോൾ റംബൂട്ടാൻ തന്നെ, ഇപ്പോൾ നിങ്ങളെടുത്ത പോലുള്ള റംബൂട്ടാൻ തന്നെ NIT E35 മലുവാന റോങ്ഗ്രീൻ മോർഗ്രേഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പ്ലാവിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുണ്ട്, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുകളുണ്ട്, J33 തുടങ്ങിയിട്ടുള്ള പ്ലാവുകളൊക്കെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. മാവിൽ 65 ഇനത്തിൽ കൂടുതൽ മാവ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുന്നത് കലാപ്പാടിയാണ്. കലാപ്പാടി എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് കായലിലേക്ക് വരുന്നുണ്ട്, കർഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാവാണ്. എല്ലാവിധ വിദേശ മാവുകളും ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഏത് സാധനം ചോദിച്ചു വന്നാലും ഇല്ല എന്നൊരു കാര്യം ഞങ്ങൾ ഒരാളോടും പറയാറില്ല. ഏതെങ്കിലും ഒരു സാധനമൊക്കെ ഇല്ലാത്ത ഉണ്ടെങ്കിൽ പോലും പിറ്റേത്തെ ദിവസം സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും എന്ത് സാധനം എവിടെ നിന്ന് വേണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ കൊടുക്കാൻ കഴിയും, കിട്ടുമെന്ന് ഉറപ്പിച്ച് പോകാൻ കഴിയും.